ഹലോ, ഇന്ന് നമുക്ക് പാസ്ത വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കാം. പാസ്ത വെച്ച് ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ഈ റെസിപ്പി ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട റെസിപ്പി കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പാസ്തയാണ്. അപ്പോൾ ഇതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് പാസ്ത വെച്ചിട്ടുള്ള പായസമാണ്. അപ്പോൾ നമ്മുടെ പാലട പായസം ഉണ്ടല്ലോ, സെയിം അതേ ടേസ്റ്റിലുള്ള പായസമായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പം അടന്ന് വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് പാസ്ത ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 1.5 കപ്പ് പാസ്തയായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടണം. ഒരുപാട് അങ്ങോട്ട് അരക്കരുത്, പൊടി പൊടി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അടയുടെ അത്രയും വലുപ്പത്തിലുള്ള ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്ന രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. 1.5 കപ്പ് പൊടിച്ചെടുത്താൽ എങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് 1 കപ്പായിട്ട് കിട്ടും. ഇനി കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ല 1.5 കപ്പ് എടുത്തതുകൊണ്ട് 1 കപ്പായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 80% നമുക്ക് ഇതിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കി നമുക്ക് പാലിലിട്ടിട്ടാണ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 80% നമുക്കിതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു പറ്റങ്ങ് ഉടയുന്ന പോലെ കുക്കായി വരരുത്. നമുക്കൊരു 80% ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊറ്റിയെടുക്കാം കേട്ടോ വേണ്ടത്. ഞാനൊരു അരിപ്പയിലൂടെ ഇത് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നല്ല വെള്ളം, തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം 2-3 തവണ ഇതിൻ്റെ മുകളിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കറക്റ്റ് അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ, പശ മുഴുവൻ കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ 2-3 തവണ നല്ല തണുത്ത വെള്ളം ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് പരസ്പരം ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓരോ പീസസും പരസ്പരം ഒട്ടി പിടിക്കാതെ വേറിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അടയൊക്കെ ചെയ്യൂല, അടയുടെയൊക്കെ അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് കറക്റ്റ് അടയുടെ അതേ ഷേപ്പിലൊക്കെ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 3 പാക്ക് പാലാട്ടോ എടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേസമയം ഈ ഒരു പായസത്തിന് ഒരു കാരമലിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ലൈറ്റ് പിങ്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമലാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലിലേക്ക് ഞാനിതാ ഏകദേശം ഒരു 1/4 കപ്പോളം കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയും എല്ലാം ഈ ഒരു സമയത്ത് തന്നെ ചേർക്കട്ടെ. കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര ഒരുപാട് കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ ഇതിലേക്ക് ചേർക്കുക. ഒരു 4-5 ഏലക്കായ ചതച്ചിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമ്മൾ ചേർത്തിട്ടില്ല, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കട്ടെ, പായസത്തേക്ക് എത്രത്തോളം മധുരം. പിന്നെ നമ്മളിത് ഇത്രയും പായസം ഉണ്ടാവില്ല, കുറച്ച് കുറുകി വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്താൽ മതി. 4-5 ടേബിൾ സ്പൂൺ നമ്മൾ കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പാലും ഈ ഒരു പാസ്തയൊക്കെ ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് സാവധാനം വേവിച്ചെടുത്താൽ മതി. പാലും അതും കൂടെ നന്നായിട്ട്, പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ. അപ്പോൾ അത് നന്നായിട്ട് കുറച്ചൊക്കെ പാല് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പായസത്തിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. എല്ലാം ഒപ്പം നിൽക്കണം, പാലും അതുപോലെ ആ പാസ്തയെല്ലാം ഒപ്പം നിൽക്കണം. അതാണ് പായസത്തിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ നെയ്യ് ഒരു ചെറിയ കുഞ്ഞു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പായസത്തിലേക്ക് അങ്ങ് ഒഴിക്കുക. ചൂടോടെ തന്നെ പായസം കുടിക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു പാസ്ത വെച്ചിട്ട് പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ പാലട പായസത്തിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്